സഹോദരന്മാരെ, അള്ളാഹുവിന്റെ മുമ്പിലെത്തുമ്പോൾ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറയുകയാണ്, മലയാളത്തിൽ ഖുത്ബ ഓതുന്ന ജുമഅയിൽ പോയി പങ്കെടുത്താൽ ആ ജുമഅ സഹീഹല്ല. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ ഖുത്ബ ഓതുന്ന ജുമഅയിൽ പങ്കെടുക്കുന്ന വല്ല മുസ്ലിമീങ്ങളുമുണ്ടെങ്കിൽ ആഖിറത്തിൽ വെച്ച് പേരോട് ഉസ്താദ് പലപ്പോഴും പ്രസംഗിച്ചിട്ട് ഞങ്ങളോട് തുറന്നു പറഞ്ഞിട്ടില്ല എന്നൊന്നും പറയണ്ട. ജുമഅ നിസ്കാരത്തിന്റെ നിബന്ധനയാണ് 2 ഖുത്ബ. ഖുത്ബയുടെ നിബന്ധനയാണ് അത് അറബിയിൽ തന്നെ ആയിരിക്കുക എന്നത്. അത് മലയാളത്തിൽ കൊണ്ടുവന്നാൽ അത് ശറഇന്റെ നിയമമനുസരിച്ച് പാടുള്ളതല്ല. വലാ തുബ്തിലൂ അഅമാലക്കും, അല്ലാഹു ഖുർആനിൽ പറഞ്ഞാണ് നിങ്ങളുടെ അമലുകൾ നിങ്ങൾ ബാത്തിലാക്കാൻ പാടില്ല. നിബന്ധന ഒക്കാതൊരു കാര്യം ചെയ്താൽ അത് ബാത്തിലാണ്. അതുകൊണ്ട് തന്നെ മലയാളത്തിലുള്ള ഖുത്ബ നടക്കുന്ന പള്ളിയിൽ പോയി ജുമഅയിൽ പങ്കെടുത്താൽ ജുമഅ നമുക്ക് കിട്ടുകയില്ല. ഇതിപ്പോ അള്ളാഹുവിനെ മുൻനിർത്തി പറയുന്നതാണ്, പറഞ്ഞില്ല എന്നാരും പറയണ്ട. അള്ളാഹുവിന്റെ കോടതിയിൽ എത്തുമ്പോൾ ആരും കുടുങ്ങിപ്പോകണ്ട. ചിലർക്ക് ചിലപ്പോ തോന്നും പേരോട് ഉസ്താദിന് അല്ലെ പേരോട് അബ്ദുറഹ്മാന് ഈ പള്ളിയിൽ വന്നിട്ട് പള്ളി നിറയാൻ വേണ്ടിയാണ്. ഞാൻ പറയട്ടെ, ഒരാൾ ഇവിടെ നിസ്കരിക്കാൻ വന്നാൽ അവരെ ഒതുവെടുക്കാനുള്ള വെള്ളത്തിന്റെ കറണ്ടിന്റെ പൈസ നമ്മൾ ഉണ്ടാക്കണം എന്നല്ലാതെ നമുക്കതുകൊണ്ട് വേറെ ദുന്യാവിലൊന്നും കിട്ടാനില്ല. പക്ഷേ ഒരാൾ കൂടുതൽ നിസ്കരിച്ചാൽ നിസ്കരിക്കുന്ന ആൾക്ക് വേണ്ടി പള്ളി നിർമ്മിച്ച വ്യക്തിക്ക് അല്ലാഹു പ്രതിഫലം കൂടുതൽ കൊടുത്തേക്കും, അതിന് അധ്വാനിച്ചവർക്ക് അല്ലാഹു കൂടുതൽ പ്രതിഫലം കൊടുത്തേക്കും എന്നല്ലാതെ ദുന്യാവ് ഞങ്ങൾക്ക് അതുകൊണ്ടൊന്നും കിട്ടാനില്ല. ഇത് ആഖിറത്തിന് വേണ്ടിയാ പറയുന്നത്. അറബിയിൽ ഖുത്ബ ഓതണമെന്ന് നിർബന്ധമാണ്. ഇനി ഞാൻ എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരോട് പറയട്ടെ, അറബിയിലുള്ള ഖുത്ബ ഓതിയിട്ട് ജുമഅ നിസ്കരിച്ചാൽ പറ്റുകയില്ല എന്ന് ഒരു പ്രസ്ഥാനക്കാരനും ഇവിടെ വാദിക്കുന്നില്ല. അതായത് മലയാളത്തിൽ ഖുത്ബ ഓതുന്നവരോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്, അറബിയിൽ ഖുത്ബ ഓതിയാൽ അതിന് തകരാറുണ്ടോ? ആ ജുമഅക്ക് വല്ല തകരാറുണ്ടോ? അവരും പറയും അതിന് തകരാറില്ല. അതുകൊണ്ട് ആ ഹജ്ജിന് പോയാൽ മക്കയിൽ നിന്ന് അവിടുത്തെ ജുമഅയിൽ പങ്കെടുത്തു വന്നാൽ മലയാള ഖുത്ബയിൽ പങ്കെടുക്കുന്നവർ ഒറ്റ ആളും അവരെ നിസ്കാരം മടക്കി നിസ്കരിക്കാറില്ല. മദീനത്തുനിന്ന് ജുമഅയിൽ പങ്കെടുത്തവര് അറബിയിലുള്ള ഖുത്ബയിൽ പങ്കെടുത്ത് തിരിച്ചു വന്നാൽ അവരും അവരെ ജുമഅ മാറ്റി നിസ്കരിക്കാറില്ല. ഇവിടുന്ന് തന്നെയും അവര് ഈ കുറ്റ്യാടിയിൽ നിന്ന് പുറത്തേക്ക് പോയാൽ, തലീക്കര ജുമഅക്ക് കൂടിയാൽ, കുളങ്ങരത്തായ ജുമഅക്ക് കൂടിയാൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി ജുമഅക്ക് കൂടിയാൽ അവരാരും ജുമഅ മാറ്റി നിസ്കരിക്കുന്നത് നമ്മൾ കാണാറില്ല. കാരണം അവർക്കും അറിയാം അറബിയിലുള്ളത് സഹീഹാണെന്ന്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മൾ ജുമഅ നിസ്കരിക്കുന്നത് എന്തിനാ? ദുന്യാവിൽ കാര്യം കിട്ടാനല്ലല്ലോ. ദുന്യാവിൽ കാര്യം കിട്ടാനായിരിക്കാം നമ്മൾ വണ്ടി ഓട്ടുന്നത്, അതിനുവേണ്ടിയായിരിക്കാം നമ്മൾ കൃഷി നടത്തുന്നത്, അതിനുവേണ്ടിയായിരിക്കാം നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നത്, അതിനുവേണ്ടിയായിരിക്കാം നമ്മൾ വാടകയ്ക്ക് വാങ്ങുന്നത്, അതിനുവേണ്ടിയായിരിക്കാം നമ്മൾ ബിൽഡിങ്ങുകൾ പലതും വാടക കൊടുക്കാൻ എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കൃഷി ചെയ്യുന്നത് അതൊക്കെ ദുന്യാവിൽ പണം കിട്ടാൻ വേണ്ടിയാണ്. ജുമഅക്ക് പോകുന്നത് എന്തിനാ സഹോദരന്മാരെ? നമ്മളെ ദോഷം പുറത്തിട്ടാനല്ലേ? അള്ളാന്റെ കൂലി കിട്ടാനല്ലേ? ആഖിറത്തിന് വേണ്ടിയല്ലേ? ഈ ആഖിറത്തിന് വേണ്ടി പോകുന്ന കാര്യത്തിൽ നിങ്ങളൊന്ന് ചിന്തിക്കൂ. എല്ലാ മൗലവിമാരും പറയുന്നു, എല്ലാ മുസ്ലിയാമാരും പറയുന്നു, അറബിയിലുള്ള ഖുത്ബ ഓതിയിട്ട് ജുമഅ നിസ്കരിച്ചാൽ അത് പഠിച്ചവനെടുക്ക കൊടുങ്ങൂല, അത് ശരിയാണ്. അതേസമയത്ത് മലയാളത്തിലുള്ള ഖുത്ബ ഓതുന്ന സ്ഥലത്ത് പോയാൽ നിങ്ങളെ ജുമഅ സഹീഹല്ല എന്ന് ധാരാളം പണ്ഡിതന്മാര്, നിങ്ങൾ ഇക്കാലഘട്ടത്തിൽ ജീവിക്കുന്ന പണ്ഡിതന്മാർ, ഇമാമിങ്ങൾ പറഞ്ഞതിന്റെ പുറമെയാ ഞാൻ പറയുന്നത്. ഇമാം നവവി പറയുന്നു പറ്റൂല, ഇമാം റാഫി പറയുന്നു പറ്റൂല, ഇബ്നു ഹജർ അൽ-ഹൈതമി തങ്ങൾ പറയുന്നു പറ്റൂല. അവരൊക്കെ പേരോട് അബ്ദുറഹ്മാനെ പോലത്തെ ആൾക്കാരല്ല. ഇമാം നവവിയൊക്കെ ആരാ? സഹോദരന്മാരെ, അവർ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ജീവിതം മുഴുവനും സമർപ്പിച്ചവരല്ലേ? എന്താണ് അവരൊക്കെ മനസ്സിന്റെ നന്മ? കേട്ടിട്ടില്ലേ നിങ്ങൾ? ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ തൊപ്പിയും കട്ടിട്ടൊരു മനുഷ്യൻ ഓടിക്കളഞ്ഞു. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ തൊപ്പിയും കട്ട് ഓടിയ വിവരം നവവി ഇമാം തങ്ങൾക്ക് കിട്ടിയപ്പോ ഇമാം നവവി ചിന്തിക്കുന്ന എന്റെ തൊപ്പി പോയല്ലോ എന്നല്ല, പഠിച്ചവനെ എന്റെ തൊപ്പി കണ്ടതുകൊണ്ട് അവൻ നരകത്തിൽ കിടക്കുമല്ലോ, അവൻ എന്റെ തൊപ്പി കട്ടതുകൊണ്ട് നരകത്തിൽ കിടക്കുമല്ലോ, അവൻ പഠിച്ചവന്റെ അടുക്കൽ കുടുങ്ങിപ്പോകുമല്ലോ. റസൂലുള്ളാഹിന്റെ ഉമ്മത്തുകളിൽപ്പെട്ട ഒരാളും പരാജയപ്പെടാതെ വിജയിച്ച് കിട്ടണമല്ലോ. ഇമാം നവവി റളിയല്ലാഹു അൻഹു അയാൾക്ക് പൊരുത്തപ്പെട്ടു കൊടുത്തു, കട്ടകള്ളന് പൊരുത്തപ്പെട്ടു കൊടുത്തു. പൊരുത്തപ്പെട്ടു കൊടുത്തിട്ട് പിന്നെയും മനസ്സമാധാനില്ല. കാരണം ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് അയാൾ അറിയില്ലല്ലോ. അറിയാത്ത കാലത്തോളം അത് ഉപയോഗിക്കൽ അയാൾക്ക് ഹറാമല്ലേ? ആ ഹറാമെന്ന് അയാളെ രക്ഷപ്പെടുത്താൻ എന്താ വഴി? അയാളോട് ഞാൻ പൊരുത്തപ്പെട്ടു എന്നുള്ള വിവരമൊന്ന് പറയാ.
പൊരുത്തപ്പെട്ടു എന്നുള്ള വിവരം പറയാൻ വേണ്ടി കള്ളൻ ഓടുമ്പോ കള്ളന്റെ പിന്നാലെ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഓടി. എന്തിനാ ഓടുന്നത്? തൊപ്പി പിടിച്ചെടുക്കാനല്ല, പൊരുത്തപ്പെട്ടു എന്നുള്ള വിവരം പറയാനാ. എന്തിനാ പൊരുത്തപ്പെട്ടു എന്ന് പറയുന്നത്? അയാൾക്കത് ഉപയോഗിക്കല് ഹലാലാകാനാ. സുബ്ഹാനല്ലാഹ്, എന്തൊരു നല്ല മനസ്സ്. നവവി ഇമാം റളിയല്ലാഹു അൻഹു ഓടി ഓടി കള്ളന്റെ സമീപത്തെത്തിയപ്പോ ശബ്ദം കേട്ടിട്ട് കള്ളൻ തിരിഞ്ഞു നോക്കുമ്പോ അതാ ഉടമസ്ഥൻ ഓടി വരുന്നു. കള്ളൻ സ്പീഡ് കൂട്ടി ഓടാൻ തുടങ്ങി. കള്ളൻ വിചാരിക്കുന്നതിനെ പിടിക്കാനാണ് എന്നാ. കള്ളൻ സ്പീഡ് കൂട്ടി ഓടാൻ തുടങ്ങി. അപ്പോഴാ നവവി ഇമാം തങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, മോനെ, പൊരുത്തപ്പെട്ടു, ഇതും കേട്ടിട്ട് ഓടിക്ക മോനെ. ഇത്ര നല്ല മനസ്സുള്ള ആളാണ് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു. ആ ഇമാം നവവി റളിയല്ലാഹു അൻഹു മക്കളെ, ഹൽ യുസ്തറതു ഖൗറുൽ ഖുതുബത്തി അറബിയ്യതൻ, ഖുതുബ അറബിയിലായിരിക്കൽ നിബന്ധനയുണ്ടോ ഇല്ലേ എന്നൊരു ചർച്ച ശറഹുൽ മുഹദ്ദബിൽ എടുത്തിട്ട് പറയുന്നു. ശരിയായ അഭിപ്രായം തുസ്തറതു അറബിയിലായിരിക്കും.